ഈ നമ്മുടെ നാട്ടുപുറങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പാർട്ടിയെ നയിക്കുന്നത് ഇപ്പൊ ആര് എന്നുള്ള ചോദ്യമുണ്ട്. നാട്ടുപുറങ്ങൾ പാർട്ടിയെ നയിക്കുന്ന ഒരിക്കലും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാക്കളോ സമരഭൂമികളിൽ വന്നിരിക്കുന്ന നേതാക്കന്മാരോ അല്ല. നിങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മതി. എല്ലാം തന്നെ റിട്ടയേർഡ് NGO വിപ്ലവകാരികളാണ് എല്ലാവരും, മുഴുവൻ ആളുകളും. പക്ഷേ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ബാലഗോപാലൻ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയതിന്റെ ദുരന്തവും കൂടിയാണ് ഇപ്പോൾ ആ പാർട്ടി അനുഭവിക്കുന്ന പ്രതിസന്ധി മുഴുവൻ. പാർട്ടിയുടെ അധീശത്വം സ്ഥാപിക്കാനുള്ള ഏറ്റവും വൃത്തികെട്ട ജനാധിപത്യ വിരുദ്ധ പ്രക്രിയക്ക് ഉപയോഗിക്കുകയാണ് സംസ്ഥാനത്തിലെ ഖജനാവിന്റെ പണത്തെയും സർവീസ് സംഘടനകളായിരിക്കുന്ന NGO പോലുള്ള സംഘടനകളെയും പാർട്ടിയെയും ഇതിൽ ഉപയോഗിച്ചിട്ട് അതിന്റെ അധിനായകത്വം അധീശത്വം ഇവർ സ്ഥാപിച്ചെടുക്കുന്നുവെന്ന ഗുരുതരമായിരിക്കുന്ന ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ് ഇവർ ചെയ്യുന്നത്. നമസ്കാരം. സർക്കാർ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ തട്ടിപ്പ് വിവരം പുറത്തു വന്നതോടുകൂടി പിണറായി സർക്കാരിന് നേരെ കാറി തുപ്പുകയാണ് പൊതുജനം. ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തതിൽ സംസ്ഥാന സർക്കാരിന് മുന്നിൽ പരാതി പ്രളയമെന്നാണ് ലഭിക്കുന്ന വിവരം. അനർഹമായ പെൻഷൻ വാങ്ങുന്നു എന്ന നിരവധി പരാതികൾ സർക്കാരിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് എന്ന് വ്യക്തമാക്കി രംഗത്തെത്തുകയാണ് ഈ സാഹചര്യത്തിൽ പാണ്ഡ്യാല ഷാജി. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വെറുമൊരു കൈപ്പിഴയല്ല. ഒരു പാർട്ടി ഒരു സമൂഹത്തെ മുഴുവൻ തന്നെ സാമൂഹ്യ വിരുദ്ധ ശക്തിയുടെ പക്ഷത്തേക്ക് നയിക്കുക എന്ന് പറയുന്ന വളരെ ബോധപൂർവമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് NGO പോലെയുള്ള സർവീസ് സംഘടനകളെ കൂടി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് ഷാജി പാണ്ഡ്യാല പറയുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അല്ല, ഇത് സംഭവം എന്ന് പറഞ്ഞാൽ അത് ആ രീതിയിലല്ല. നിങ്ങളിപ്പോ ബജിപ്രദാസ് ചോദിച്ച രീതിയിലല്ല സത്യത്തിൽ ആളുകൾ ഇതിനെ അപ്രോച്ച് ചെയ്തതെന്നില്ല. ഇത് യഥാർത്ഥത്തിൽ വരുന്നത് എന്താ വെച്ചാൽ ഒരു പാർട്ടി ഒരു സമൂഹത്തെ മുഴുവൻ തന്നെ സാമൂഹ്യ വിരുദ്ധ ശക്തിയുടെ പക്ഷത്തേക്ക് നയിക്കുക എന്ന് പറയുന്ന വളരെ ബോധപൂർവമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് സർവീസ് സംഘടനകളെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. സർവീസ് സംഘടന എന്ന് പറയുന്നത് NGO യൂണിയൻ ഇതുപോലുള്ള സർവീസ് സംഘടനകളെ കൂടെ ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിച്ച് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ അതായത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തിന്റെ ഖജനാവിലുള്ള പണമെടുത്ത് വളരെ കൃത്യമായി പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലുമായി ബന്ധമുള്ള ഒരു സംഭവത്തെ വാർഡടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനുള്ള അങ്ങേയറ്റം നീചമായ, അങ്ങേയറ്റം ആസൂത്രിതമായ, അങ്ങേയറ്റം ജഗുപ്സാവഹമായ ഒരു പ്രവൃത്തി നടത്തിയതിന്റെ റെവല്യൂഷനാണ് വാസ്തവത്തിൽ ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് എന്ന് പറയുന്ന സംഭവത്തിന്റെ യഥാർത്ഥ പൊളിറ്റിക്കൽ സെൻസറാണ്. ഇതെന്തുകൊണ്ടാണ് എന്നുള്ള രണ്ടാമത്തെ ചോദ്യം. ഈ കേരളത്തിനകത്ത് ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. ഇതിനകത്ത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ പറയാത് ഈ തരത്തിൽ ക്ഷേമ പെൻഷൻ കള്ളത്തരത്തിൽ വിതരണം ചെയ്ത് കള്ളത്തരത്തിൽ കൈപ്പറ്റിയിരിക്കുന്ന ആളുകളുടെ ഒരു വാർഡിനകത്ത് ഒരു 1, 2, 3 വീടുകളുണ്ടെന്ന് വിചാരിക്കാം. ഈ 3 വീടുകൾ ഉണ്ട് എങ്കിൽ ആ 3 വീടുകളിലെ വോട്ട് ആർക്കുള്ളതാണെന്നുള്ളതാണ് ചോദ്യം. ആ വോട്ട് നിശ്ചയമായും CPM എന്ന് പറഞ്ഞൊരു പാർട്ടിക്കുള്ള വോട്ടാണത്. ഇതാരാണ് ശരിയാക്കി കൊടുത്തതെന്നുള്ളതാണ് രണ്ടാമത് വരുന്ന ചോദ്യം. അത്ര തന്നെ പ്രാധാന്യമുള്ളതാണ്. ആ ചോദ്യം എന്താണ്? അത് NGO യൂണിയനുമായി ബന്ധപ്പെട്ടവരെ CPM നിയന്ത്രിത സർവീസ് സംഘടനയാണ് ഇതിന്റെ പുറകിലുണ്ടായിരിക്കുന്ന ചരട് വലിവരിക്കുന്നത്. ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് പഞ്ചായത്തിന് ഭരണം പിടിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇത് എന്നാണ്. മിസ്റ്റർ അയ്യപ്പദാസ് ഇത് മറ്റാരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഒരാളും ഈ വിഷയത്തെ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവുമോ എന്നുള്ളതും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയുന്നു ചാനലുകളിലും ഇത്തരത്തിലൊരു ഇതിനെക്കുറിച്ചൊരു കറക്റ്റ് ആയിട്ടുള്ള വ്യാഖ്യാനം ആരും പറഞ്ഞു ഞാൻ കേട്ടില്ല. ഒരു സ്ഥലത്ത് പോലെ കാരണം അവർ അത് കാരണം പൊതു സൊസൈറ്റി അത്രമാത്രം വഷളായിട്ടില്ല എന്നതുകൊണ്ടാണ്. അത്രമാത്രം വഷളായിട്ടില്ല. പക്ഷെ ഒരു പൊതുസമൂഹത്തെ അങ്ങേയറ്റം കറപ്റ്റാക്കി മാറ്റുക, ജനാധിപത്യപരമായി മത്സരിച്ചാൽ തോൽക്കുന്ന വാർഡുകൾക്കകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ജയിക്കാൻ എന്ത് വേണമെന്ന് പറഞ്ഞാൽ അതിനകത്തെ ഇളകാൻ സാധ്യതയുള്ള വോട്ട് അങ്ങനെയാണ് നമ്മൾ സാധാരണ വോട്ട് എടുക്കുക. ഉറച്ച വോട്ട്, ഇളകുന്ന വോട്ട്, ഇളകാൻ സാധ്യതയുള്ള വോട്ട്, കിട്ടാത്ത വോട്ട്. ഇതാണ് ഇതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അപ്പൊ കിട്ടാത്ത വോട്ടിന്റെ അടുത്താൽ ഈ സാധനം പിടിക്കുക. കിട്ടാത്ത വോട്ടിനകത്ത് ഒരു വീട്ടിനകത്ത് ഒരു 5, 6, 7 വോട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള 2, 3 കുടുംബങ്ങൾ, 2, 3, 4 കുടുംബങ്ങൾ എന്ത് ചെയ്യാത്ത ഒരു വാർഡിനകത്തുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ സങ്കല്പിക്കുന്നതിനകത്ത് ആ വാർഡിനകത്തുള്ള ഈ പറയുന്ന 2, 3, 4 വീടുകൾക്ക് ഈ സാധനം പാസ്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കൊടുക്കുന്നതിലൂടെ എന്തായിട്ട് പറഞ്ഞാൽ ആ വോട്ട് മുഴുവൻ തന്നെ നിങ്ങൾ എന്നേക്കുമായുള്ള നിങ്ങളുടെ FD ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതുവഴി നിങ്ങൾ എന്ത് ചെയ്യാണ് വാസ്തവത്തിൽ? അവിടെ വരേണ്ടിക്കുന്ന യഥാർത്ഥമായ ജനാധിപത്യ സംവിധാനത്തെ സമ്പൂർണ്ണമായി അട്ടിമറിച്ച് ഈ പാർട്ടിയുടെ ആധിപത്യവും മേൽക്കോയ്മയും ഇവിടെ സ്ഥാപിക്കുന്നു. ഇത് സ്ഥാപിക്കപ്പെടുന്നതിലൂടെ വരുന്ന മറ്റൊരു ഘടകം എന്താണെന്നറിയോ? ഇപ്പൊ സ്വാഭാവികമായിട്ട് നാടൻ പ്രദേശങ്ങളുണ്ടാകുമ്പോൾ ചെറിയ തോതിലുണ്ടാക്കിയ അതിർത്തി തർക്കങ്ങൾ വരും.
വളരെ നേരിയ എതിർത്തർക്കങ്ങൾ, വഴിത്തർക്കങ്ങൾ, ഇതുപോലെ സാധനങ്ങൾ വരും. ചിലപ്പോൾ ഒരു മരച്ചില്ല വന്നതിന്റെ വിഷയം, ഒരു മരം ഇങ്ങപ്പോഴത്തേക്ക് ചാഞ്ഞു വരുന്നു പറഞ്ഞ് ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. ഇത്തരം പ്രശ്നങ്ങൾക്കകത്ത് ഇത് ഇടപെടുമ്പോൾ ഇത് ഈ പറയുന്ന സർവീസ് സംഘടനക്കകത്ത് ക്രമീകരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ആയി ബന്ധമുള്ളതാണ് എങ്കിൽ പാർട്ടി ആരുടെ കൂടിയേ നിൽക്കുള്ളൂ എന്ന് പറയോ? പാർട്ടി ഇവന്റെ കൂടിയേ നിൽക്കുള്ളൂ, ഈ സാമൂഹ്യ വിരുദ്ധന്റെ കൂടിയേ പാർട്ടി നിൽക്കുള്ളൂ. അത് നിൽക്കുക വഴിയോളം താഴ്ത്തു പറഞ്ഞാൽ ആ വാർഡിനെയും ആ പ്രദേശത്തുള്ള പാർട്ടിയെയും ഭരിക്കാനുള്ള ഒരു വലിയ അധികാരിയായി ഇവൻ ഈ സർവീസ് സംഘടനയെയും പാർട്ടിയെ ഉപയോഗിച്ച് ഇവൻ മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്രയും ഹീനവും ഇത്രയും സാമൂഹ്യ വിരുദ്ധവുമായ ഒരു പ്രക്രിയ ഇവർ ഉണ്ടാകുന്നത്. ഇത് നേരെ മറിച്ച് എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു സോവിയറ്റ് യൂണിയനെ പോലുള്ള ഒരു സോഷ്യലിസ്റ്റ് നാട്ടകങ്ങൾക്കകത്താണെങ്കിൽ ഇത്തരത്തിലുണ്ടായിരുന്ന വിഷയങ്ങൾ ഉദിക്കുന്നില്ല. കാരണം അവിടെ പാർട്ടിയാണ് പ്രധാനം. പാർട്ടി പറഞ്ഞാൽ അതിനപ്പുറത്ത് വരുന്നു ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അതായത് ഈ പാർട്ടിക്ക് ഇങ്ങനെ വോട്ട് കിട്ടാനായി ബ്രാഞ്ച് തലത്തിൽ സഖാക്കൾ പേര് കൊടുക്കുമ്പോൾ ചേട്ടാ ഏറ്റവും കുറഞ്ഞത് ഒരു 5 സീറ്റെങ്കിലും ഗവൺമെന്റ് തലത്തിൽ ഇത് പോകില്ലേ? ക്ലറിക്കൽ വർക്ക് മുതൽ അണ്ടർ സെക്രട്ടറി മുതൽ അങ്ങേറ്റം സാങ്ഷനിങ് അതോറിറ്റി എന്ന് പറയുന്നത് അണ്ടർ സെക്രട്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഡയറക്ടർ ആയിരിക്കാം. അപ്പൊ ഇതെല്ലാം പാർട്ടിക്കാർ അറിഞ്ഞുകൊണ്ട് 5 സീറ്റും കടന്നു പോയിട്ട് ഒടുവിൽ ഇത് പുറത്തറിയുന്നത് പാർട്ടിക്കകത്തുള്ളവർ തന്നെ ചൂണ്ടിക്കൊടുത്തിട്ടായിരിക്കില്ലേ? ആണ്. അതാ ഞാൻ പറഞ്ഞത്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ നമ്മുടെ നാട്ടുപുറങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പാർട്ടിയെ നയിക്കുന്നത് ഇപ്പൊ ആര് എന്നുള്ള ചോദ്യമുണ്ട്. നാട്ടുപുറങ്ങൾ പാർട്ടിയെ നയിക്കുന്ന ഒരിക്കലും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാക്കളോ സമരഭൂമികളിൽ വന്നിരിക്കുന്ന നേതാക്കന്മാരോ അല്ല. നിങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മതി. എല്ലാം തന്നെ റിട്ടയേർഡ് NGO വിപ്ലവകാരികളാണ്. എല്ലാവരും, മുഴുവൻ ആളുകളും. ഈ റിട്ടയേർഡ് NGO വിപ്ലവകാരികൾ ശരിയാണ്. ഈ റിട്ടയർഡ് NGO വിപ്ലവകാരികൾ ഇവർക്ക് ജീവിതത്തിൽ എന്താ പറഞ്ഞാൽ ഈ ദുഷ്ടബുദ്ധിയും നീചബുദ്ധിയും അല്ലാതെ ഒരു ബുദ്ധിയും ഈ പറയുന്ന കക്ഷികളുടെ കയ്യിൽ ഉണ്ടാവില്ല. ഇവനെ ആർക്കും ഇഷ്ടമല്ല, പബ്ലിക്കിന് ഇഷ്ടമല്ല. പക്ഷേ ഇവനാണ് ആരെ നിശ്ചയിക്കുന്നത്? ഇവന്റെ രോഗാതുരമായ മനസ്സുപോയി അധികാരം ഉപയോഗിച്ച് ഇവൻ എത്രമാത്രം ആപ്പീസ് ഭരിക്കുകയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തോ ആ ബുദ്ധിമുട്ടി വഹിക്കുന്ന അതേ പ്രക്രിയ ഇവരുടെ ആരംഭിക്കുകയും ചെയ്യും. ഈ വിഭാഗത്തിലൂടെ ഇതിന്റെ പ്രതിഷേധമുള്ള ഒരു വിഭാഗം സ്വാഭാവികമായിട്ടും ഇതിനകത്തുണ്ടായിരിക്കും. അത് ഇവന്റെ പാർട്ടിയിൽ തന്നെ ഉള്ളവരായിരിക്കും. ചിലപ്പോൾ അവർ വഴിയാണ് ഈ സംഗതി പുറത്തേക്ക് വരുന്നത്. നോക്കൂ നിങ്ങൾ, ഇതിന്റെ വളരെ രസകരമായ ഒരു ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇന്നത്തെ പത്രത്തിനകത്ത് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായ തോമസ് ഐസക്കിന്റെ സെക്രട്ടറിയോ മറ്റോ അഡീഷണൽ സെക്രട്ടറിയോ മറ്റോ ആയിരിക്കുന്ന ഒരാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇത്തരത്തിലുണ്ടായിരിക്കുന്ന പ്രചരണങ്ങൾ നടത്തുന്ന വിവരം ദേശീയ മാധ്യമങ്ങൾക്കകത്ത്, അതായത് ഇംഗ്ലീഷ് പത്രങ്ങൾക്കകത്ത് പോലും വരികയാണെങ്കിൽ ഡൽഹിയിൽ ഈ വിവരം അറിയും. അയാൾ പറയുന്നതാണേ, ഡൽഹിയിൽ ഈ വിവരം അറിയും. ഡൽഹിയിൽ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ടിയിരിക്കുന്ന വിഹിതത്തിനകത്ത് ഗണ്യമായ ഇടിവുകൾ സംഭവിക്കും. അതുകൊണ്ട് ഇത് പറയാൻ പാടില്ലാത്തതായിരുന്നു എന്നാണ് അയാൾ പരോക്ഷമായി പറഞ്ഞത്. മനോമോഹൻ സാറാണോ? മനോമോഹൻ ഇന്നത്തെ പത്രത്തിന്റെ തോമസ് ഐസക്കിന്റെ അങ്ങനെ അതൊരു സാധനം വന്നു. അതിനർത്ഥം എന്താണ്? അതിനർത്ഥം ഒരക്ഷര അർത്ഥമേ ഉള്ളൂ. സംഭവം എന്താണെന്ന് പറഞ്ഞാല് ഈ വിവരം ആർക്കറിയാമായിരുന്നുകൊണ്ടാണ്? ഈ വിവരം കൃത്യമായിട്ട് അറിയുന്നവനായിരുന്നു യഥാർത്ഥത്തിൽ TM തോമസ് ഐസക്ക്. അത് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇത് മൂടിവെച്ചു. പക്ഷേ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ബാലഗോപാലൻ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയതിന്റെ ദുരന്തവും കൂടിയാണ് ഇപ്പോൾ അവിടെ പാർട്ടി അനുഭവിക്കുന്ന പ്രതിസന്ധി മുഴുവൻ. കാരണം കൊല്ലം പോലുള്ള ഇത്രയും വലിയ സമരമുഖങ്ങളിലുള്ള ഒരു സ്ഥലത്തെ ജില്ലാ സെക്രട്ടറി ആവാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു അനുഭവ പാഠവും പരിചയമുള്ളവനല്ല ഈ പറയുന്ന ബാലഗോപാലൻ എന്ന് പറഞ്ഞ കക്ഷി. ഇനി അതെന്തോ ആട്ടെ, CPM-ന്റെ സംഘടനാപരമായ പ്രശ്നമാണ്. അയാൾ പാർട്ടി സെക്രട്ടറി ആയതിന്റെ കൂടി ദുരന്തമാണ്. ഇപ്പോൾ ആടെയുള്ള പാർട്ടി എന്തായാലും അക്കമില്ലാതെ 10 കഴിച്ച പോലെയായി. നമ്മുടെ നാട്ടിൽ മലബാർ പറയുന്ന ഭാഷയാണ് അക്കമില്ലാതെ 10 കഴിക്കുക എന്ന് പറയുന്നത്. 10 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നെല്ല് സൂക്ഷിക്കുന്ന സംഭവം. അപ്പൊ ഈ പറയുന്ന സംഭവത്തിന് എന്താ പറഞ്ഞാൽ കൃത്യമായിരിക്കുന്നത് പിന്നെ ആശാരി അതിനോട് വെച്ചാൽ നമ്പർ ഇട്ടിട്ടുണ്ടാവും. ഈ നമ്പർ ഇല്ലാത്ത ഒരു പത്തായമാണെങ്കിൽ ആ പത്രം അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാൻ സാധ്യമല്ല. അത് എന്നേക്കുമായി ഇല്ലാതെ കത്തിക്കല്ലാതെ വേറെ മാർഗം ഉണ്ടാവില്ല. ഇതുപോലെ പാർട്ടി സംഘടനയെ മുച്ചൂടും നശിപ്പിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന ഘടകമായി പ്രവർത്തിച്ചിട്ടുള്ളത് ഈ പറയുന്ന ബാലഗോപാലൻ അവിടെ പാർട്ടി സെക്രട്ടറിയായി നിന്നതിന്റെ ദുരന്തവും കൂടിയാണ് എന്ന് ഇന്ന് ആടെയുള്ള പാർട്ടിക്കാർ ഒരുപക്ഷെ പരോക്ഷമായെങ്കിലും സമ്മതിക്കുന്നുണ്ട്. അവർ തിരിച്ചറിയുന്നുണ്ടാവും. മൂപ്പരുടെ കയ്യിലേക്ക് ഈ വിവരം വന്നപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് ലൂട്ടറിങ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത് അയാളുമായോ അയാളുടെ ബന്ധമുള്ളവർക്കും അത് ബേസ്റ്റ് ഔട്ട് ചെയ്തു. ഇത് ബേസ്റ്റ് ഔട്ട് ചെയ്തോട് കൂടിയിട്ടാണ് ഈ സാധനം പുറത്താവുന്നത്. അപ്പൊ ഇതിന് ഇടയാക്കിയത് വാസ്തവത്തിൽ ആരാണ്? ശരിക്ക് നിസ്സംശയം നമുക്ക് പറയാം, ഈ മാതിരി ഏർപ്പാടുകൾ നടത്തുന്നതിനെതിരായി ഈ ലോബിക്കെതിരെ വന്നിരിക്കുന്ന ആരുടെയോ പക്ഷത്ത് നിന്ന് തള്ളിപ്പോയിരിക്കുന്ന ഒരു വാർത്തയാണ് സംഗതി ഇത് പുറത്തേക്ക് വന്നത്.
അല്ലായിരുന്നുവെങ്കിൽ നേരത്തെ തോമസ് ഐസക്കിന്റെ മുമ്പിൽ ഇത് അറിയാമായിരുന്നു. നമുക്കിത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വ്യക്തിയ നിഗമനമാണത്. അതുപോലെ മൂടി വെക്കേണ്ടിയിരിക്കുന്ന സംഭവം ഇതുപോലെ ഇത് പുറത്താവുകയാണ് ചെയ്തത്. അതായത് കേന്ദ്രത്തിൽ നിന്ന് സാധാരണ ഇവർ നടത്തുന്ന കേന്ദ്രവിരുദ്ധ സമരത്തിന് രാഷ്ട്രീയമായ അർത്ഥങ്ങളില്ല എന്ന് പരോക്ഷമായി പറയുകയാണ് ശരിക്ക് ഈ തോമസ് ഐസക്കിന്റെ പഴയ സെക്രട്ടറി ആയിരിക്കുന്ന ആൾ പറയുകയാണ് ചെയ്തത്. കാരണം ആടെ കൃത്യമായി കണക്ക് കൊടുത്തില്ല എങ്കിൽ പൈസ ഇടവഴിക്ക് കിട്ടില്ല. ഇനി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കിട്ടേണ്ടിയിരിക്കുന്ന വിഹിതത്തിൽ നിന്ന് ഗണ്യമായിരിക്കുന്ന ഇത് കുറയുകയും ചെയ്യും. ഈ തരത്തിലുണ്ടായിരിക്കുന്ന ഡ്രൗട്ട്, വരൾച്ച, ഇക്കണോമിക് ഡ്രൗട്ട് ഉണ്ടാക്കുന്നത് ആര് എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. ഈ ഡ്രൗട്ട് ഉണ്ടാക്കുന്നത് സത്യത്തിൽ ഈ പാർട്ടിയുടെ രാഷ്ട്രീയമായ ആവശ്യത്തിനും പഞ്ചായത്തുകൾ പിടിക്കുക എന്ന് പറയുന്ന അവിടെ രാഷ്ട്രീയ അധികാര താല്പര്യത്തിനുമായി ഈ പാർട്ടിയിലെ ബ്യൂറോക്രസിക്ക് അത് നിൽക്കുകയാണ്. ഈ എന്താ പറയാ ഉദ്യോഗസ്ഥ മേധാവിത്വവും കൂടി കൂട്ടുനിൽക്കുകയാണ് ഇത്. ഇങ്ങനെ കൂട്ടുനിന്നപ്പോൾ ഇവർക്ക് വേണ്ടത് എന്താണ്? ഒരു പഞ്ചായത്തിന്റെ ഭരണമാണ്, അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയുടെ ഭരണമാണ്, അതല്ലെങ്കിൽ ഒരു കോർപ്പറേഷന്റെ ഭരണമാണ്. അങ്ങനെ വാർഡുകൾ പിടിച്ചെടുത്ത് പാർട്ടിയുടെ അധീശത്വം സ്ഥാപിക്കാനുള്ള ഏറ്റവും വൃത്തികെട്ട ജനാധിപത്യ വിരുദ്ധ പ്രക്രിയക്ക് ഉപയോഗിക്കുകയാണ്? സംസ്ഥാനത്തിലെ ഖജനാവിന്റെ പണത്തെയും സർവീസ് സംഘടനകളായിരിക്കുന്ന NGO പോലുള്ള സംഘടനകളെയും പാർട്ടിയെയും ഇതിൽ ഉപയോഗിച്ചിട്ട് അതിന്റെ അധിനായകത്വം, അധീശത്വം ഇവർ സ്ഥാപിച്ചെടുക്കുന്നു എന്ന ഗുരുതരമായിരിക്കുന്ന ഒരു എന്താ പറയാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ് ഇവർ ചെയ്യുന്നത്. അതായത് ജനാധിപത്യത്തിന് നട്ടല്ലടിച്ചു കുറിക്കുന്ന പ്രക്രിയയാണ് സത്യത്തിൽ ഈ കേരളത്തിനകത്ത് ഈ NGO എന്ന് പറയുന്ന NGO യൂണിയന്റെ സംഘടനയും അതോടൊപ്പം തന്നെ ഈ പാർട്ടിയും സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് നിസ്സംശയം പറയാവുന്നതാണ്. മിസ്റ്റർ അയ്യപ്പദാസ്, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അതിന്റെ ഒരു ചിത്രം അതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇത് വഴി സംഭവിച്ചത് എന്താ പറയുക, കേരളത്തിനകത്ത് ഇവർ എന്തിനാണ് സ്വാധീനിക്കാതിരിക്കുന്നത്? ജുഡീഷ്യറിയെ പോലും സ്വാധീനിച്ചു തുടങ്ങിയെന്നുള്ളതാണ്. ജുഡീഷ്യറിയെ പോലും സ്വാധീനിച്ചു തുടങ്ങി എന്നുള്ള വലിയ വിമർശനങ്ങൾ വന്നിട്ട് മുഴുവൻ സംഭവത്തെയും ഈ സംഭവം സ്വാധീനിക്കുകയാണ്. ഇതിന്റെ ഫലമാണ് ലാവലിൻ കേസ് വരുമ്പോൾ ഒരു ഭാഗത്ത് പോകുന്നു. ഇപ്പൊ നവീൻ ബാബുവിന്റെ വിഷയം വരുമ്പോൾ ആ വിഷയത്തെ ആ രീതിയിൽ മാറ്റുന്നു. എല്ലാ മേഖലകളിലും ഇത് വരികയും ജനാധിപത്യത്തിനകത്ത് ശ്വസിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അവകാശത്തെ പോലും ലംഘിച്ചു കളയുന്ന ഒരവസ്ഥയിലേക്ക് ഈ സാധനം മാറുകയാണ് ചെയ്തത്. ഈ പറയുന്ന ഗവൺമെന്റിനെയാണ് നിങ്ങളോടൊപ്പം ഉണ്ട്, ഞങ്ങളുണ്ട് കൂടെ എന്നെല്ലാം പറയുന്ന ബഡായികളുടെ ഒരു യഥാർത്ഥ അർത്ഥത്തിന്റെ എന്താ പറയാ വിശദീകരണമാണ് ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് എന്നാണ് മിസ്റ്റർ അയ്യപ്പദാസ് എനിക്ക് തോന്നുന്നത്. അത് വാസ്തവത്തിൽ എന്താ പറഞ്ഞാൽ കേരളം എത്രമാത്രം രോഗാതുരമായിരിക്കും, എത്രമാത്രം അത് എന്താ പറയാ പുഴുത്തു നാറി എന്നുള്ളതാണ്. ക്യാൻസർ ബാധിച്ചു. ഇത് എത്രമാത്രം അതിന്റെ മാരകത്വം എന്താണെന്ന് പറഞ്ഞാല് നിങ്ങളുടെ തെറ്റായ സാമ്പത്തിക നിലപാട്, നിങ്ങൾ തെറ്റായിരിക്കുന്ന എന്താ പറയാ ചെലവിന പദ്ധതികൾ, അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരുപാട് ധൂർത്തിന്റെ ഭാഗമായി വരണ്ടു പോയിരിക്കുന്ന കേരളത്തിനകത്ത് നിന്നാണ് പഞ്ചായത്തിന്റെ അധികാരം പിടിച്ചെടുക്കാൻ വാർഡുകൾ പിടിച്ചെടുക്കുകയും അതിൽ ഒരു 5000 വാർഡ് ഒന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇപ്പൊ ഒരു 5000 വാർഡ് ഈ ജാതി പിടിച്ചു കഴിഞ്ഞാൽ ഈ കേരളം മുഴുവൻ ഇവിടേതായി മാറൂലേ? ഏതായാലും ചേട്ടാ, നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് കുറെ കുതന്ത്രങ്ങൾ. ഇനി ഈ കുതന്ത്രങ്ങൾ തീർച്ചയായിട്ടും ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നു. ചേട്ടൻ പറഞ്ഞ പോലെ കൊല്ലംകാരുടെ ശാപമായിരിക്കാം ഇത് ഇത്തരത്തിലൊരു പാർട്ടി സെക്രട്ടറി, ഒരു പഞ്ചില്ലാത്ത ധനകാര്യമന്ത്രി. ഈ പഞ്ചില്ലാത്ത ധനകാര്യമന്ത്രി ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഈ പേരുകളൊന്നും വെളിയിൽ വരില്ലെന്നാണ്. എന്തായാലും ഈ പേരുകൾ ഇത്തരത്തിൽ പുറത്തേക്ക് ചൂണ്ടിയ ഈ ആൾക്കാർ പോലെ തന്നെ ഈ പേരും പുറത്തു വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ചേട്ടാ, വിഷയം ഒരു അല്പം രാഷ്ട്രീയവും സാമ്പത്തികവുമായിരുന്നു. എന്തായാലും പ്രതികരിച്ചതിൽ വളരെ നന്ദി. താങ്ക് യു ചേട്ടാ. താങ്ക് യു.